അത് വെച്ചിട്ട് കാണണ്ടേ. ഗുഡ് മോർണിംഗ്. ആരെ ബർത്ത്ഡേ? നന്ദു ചേച്ചിന്റെ ബർത്ത്ഡേ ആണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നന്ദു ചേച്ചിന്റെ ബർത്ത്ഡേ ആ. നന്ദു ചേച്ചിന്റെ ബർത്ത്ഡേ എന്ത് നന്ദു ചേച്ചിന്റെ എങ്ങനെ ബർത്ത്ഡേ വിഷയ? ഹാപ്പി ബർത്ത്ഡേ നന്ദു ചേച്ചി അങ്ങനല്ലേ പറയാ? അല്ലേ? അങ്ങനെ പറയണ്ടേ? നമുക്ക് അങ്ങനെ പറയണ്ടേ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ നന്ദുവിന്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ ഇന്ന് നന്ദുവിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കേക്ക് ഓൾറെഡി വാങ്ങി. ആസ് യൂഷ്വൽ ആമി ഹോട്ട് ബേക്സ് എന്നാണ് കേക്ക് വാങ്ങിയത്. അതാ നോക്ക്, അങ്ങ് നോക്ക്. അപ്പൊ നമ്മള് ഹാമി ഹോട്ട് ബേക്സ് എന്നാണ് കേക്ക് വാങ്ങിയത്. നമുക്ക് നന്ദുവിനെ സർപ്രൈസ് ചെയ്യാം. ആക്ച്വലി എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു കുട്ടീനെ ആദ്യമായിട്ട് നോക്കിയത് നന്ദുവിനാണ്. അപ്പോ നന്ദു ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം നോക്കിയ ഇങ്ങനെയുള്ള ഒരു കുട്ടി. കാരണം അവള് ഈ ഒരു വയസ്സുള്ള സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്ദുവിനെ നോക്കിയത് മാമിയാണെങ്കിലും വളർത്തിയത് ഞാനാണെന്ന് പറഞ്ഞു. സോറി മാമി. സോ നന്ദു എന്റെ ഫസ്റ്റ് ബോണാണ്. ആക്ച്വലി മാമൻ ഇതുവരെ മാമന്റെ അനിയത്തിന്റെ മോൾ എന്നുള്ള രീതിയിലൊന്നും തന്നെ ട്രീറ്റ് ചെയ്തിട്ടില്ല. മാമൻ എപ്പോഴും നന്ദുവിന്റെ ചേച്ചി, ലൈക്ക് മാമന്റെ ഫസ്റ്റ് ബോൺ ഞാൻ, സെക്കൻഡ് അവൾ എന്ന രീതിയിലാണ്. അങ്ങനെയല്ലേ മാമ? അങ്ങനെയാണ് നമ്മൾ നോക്കിയത്. അങ്ങനെയായിരുന്നു നന്ദു. അപ്പോൾ നന്ദു സ്കൂളിൽ പോകുമ്പോൾ നന്ദുവിനെ സ്കൂളിൽ കൊണ്ടാക്കല്, പിന്നെ നന്ദു സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളുടെ കൂടെ കളിക്കല്, പിന്നെ എല്ലാ ഫ്രൈഡേ ആകുമ്പോൾ ഞാൻ ഓടി വരും. കാരണം സാറ്റർഡേ സൺഡേ ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഞാൻ മാമിൻ്റെ കൂടെ തന്നെയായിരുന്നു താമസം. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് നന്ദുവിനെ മിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പോൾ ഓടി വരും. ഫ്രൈഡേ ഞാൻ അവിടെ നിന്ന് നേരിട്ട് ക്ലാസ് കഴിഞ്ഞ് നേരെ ഞാൻ ബസ് വെച്ചിട്ട് ഡയറക്റ്റ് മാമിൻ്റെ അടുത്ത് പോകും. സാറ്റർഡേ സൺഡേ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ മാമിയും ഞാനും നന്ദുവും അടങ്ങിയ ഒരു ഫാമിലി ആയിരുന്നു നമ്മളുടെ. കുറച്ച് കാലം നമ്മൾ മാത്രം, നമ്മൾ നാലാളുള്ളൊരു ഫാമിലി ആയിരുന്നു. അവിടെ എല്ലാവരും എന്നെ വിചാരിച്ചിരുന്നത് ഞാൻ അവളുടെ സിസ്റ്ററാണെന്ന്, ഒറിജിനൽ സിസ്റ്ററാണ്. കാരണം പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ പറയും ഇത് ഇവളുടെ സിസ്റ്ററാണ്. കാരണം നമ്മൾ ഏകദേശം കാണാനും ഒരേപോലെ, ഫേസ് സ്ട്രക്ചറൊക്കെ ഒരേ സെയിം അതേപോലെ. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു അതെൻ്റെ സിസ്റ്റർ, സ്വന്തം സിസ്റ്ററാണ്. ഞാൻ സിസ്റ്റർ തന്നെയാണ്. സോ അപ്പൊ നന്ദു ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേഴ്സൺ ആണ്. ലൈക്ക് സോ നന്ദു, ഹാപ്പി ബർത്ത്ഡേ. സോ ഇത് ഫ്യൂച്ചർ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം നീ കാണുമ്പോൾ നിനക്ക് വീണ്ടും ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റും ലൈക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമൊക്കെ എനിക്കുള്ളത് എൻ്റെ മാമൻ ഷാജി. സോ എൻ്റെ മാമൻ എന്ന് പറയുന്നത് ഞാൻ ലൈക്ക് ഒരു ഫാദർ ഫിഗർ ആയിട്ടാണ് ഞാൻ ലൈഫ് കണ്ടത്. അപ്പോൾ എനിക്ക് മാമനോട് ലൈക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റും ഭയങ്കര ഒരു സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ അടിയൊക്കെ കൂടിയിട്ടുണ്ട്. മാമനോട് ഞാൻ കുറച്ച് കൂടൊക്കെ ആയിട്ടുണ്ട്. സോ മാമൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ സ്നേഹിച്ച് കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു അങ്ങനെ ഒരു പേഴ്സണാണ്. സോ ഞാൻ അവിടെ ഉള്ളപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറാണ്. സോ മാമൻ സമ്മതിച്ചിട്ടേ ഇല്ല. ആസ് യൂഷ്വൽ മാമൻ സമ്മതിച്ചില്ല. സോ ഒരുപാട് ടൈം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ നോക്കി. മാമൻ സമ്മതിക്കുന്നില്ല. മാമൻ പറഞ്ഞു ഇവിടെ മാത്രം നിന്നിട്ട് ഒറ്റക്കൊന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ല. ഒറ്റക്കൊന്നും നിന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു. സോ ഞാൻ ഹോസ്റ്റലിലേക്ക് പോകാമെന്ന് ഫിക്സ് ചെയ്തു. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ മാമൻ വിളിച്ചിട്ട് അമ്മേനോട് ഭയങ്കര ഡയലോഗ്, ലൈക്ക് നിന്റെ മോളെ ഇങ്ങനെ പിന്നെ അവള് എന്തെങ്കിലും ആയിപ്പോയി, അവൾക്ക് എന്തെങ്കിലും പറ്റി ആരും അറിയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായിരുന്നു. സോ ഞാൻ ആ സമയത്ത് മാമനോട് കുറച്ച് കൂടായിട്ടൊക്കെ പെരുമാറി. ലൈക്ക് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും, എന്ത് തോന്നിയ ഇഷ്ടം പോലെയൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാമൻ്റെ സ്നേഹം കൊണ്ട് പറയുന്നു, ഞാൻ എൻ്റെ തനിഷ്ടവും അഹങ്കാരം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെങ്കിൽ
ഞാൻ വിചാരിച്ചു അവർ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് സമയം അവിടെ നിൽക്കുന്നത് ലൈക്ക് അതൊരു നല്ലൊരു കാര്യമല്ലാന്ന് എനിക്ക് തോന്നി. കുറച്ച് സമയം ഞാൻ എല്ലാ സാറ്റർഡേ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ ആകുമ്പോൾ ഞാൻ വൈകുന്നേരം തന്നെ അവിടെ എത്തും. സാറ്റർഡേ സൺഡേ ഞാൻ അവിടെ തന്നെയാണ്. സോ എനിക്ക് അവിടെ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഫാമിലി ആയിട്ട് അവർ നിൽക്കുമ്പോൾ ഒരുപാട് സമയം അവിടെ നിൽക്കരുത് എന്ന ഒരു മൈൻഡിലുണ്ടായിരുന്നു. സോ ഇതൊക്കെയായിരുന്നു റീസൺ. സോ പിന്നെ ഹോസ്റ്റലിൽ പോയ സമയത്ത് ഞാൻ അവരെ വീട്ടിലേക്ക് ഇടക്കിടക്ക് പോകും. സോ അത് എന്തെങ്കിലും പൈസ പോക്കറ്റ് മണി ആയിട്ട് തരും. ഞാൻ ചിന്തിക്കും, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പോക്കറ്റ് മണി തരുന്നു, ഈ മാമൻ എന്തിനും ഇങ്ങനെ പോക്കറ്റ് മണി തന്നിട്ട് എൻ്റെ വശമാണ്. അതൊക്കെ എപ്പോഴും എൻ്റെ മൈൻഡിൽ എപ്പോഴും ഭയങ്കരമായിട്ട് ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങളാണ്. ലൈക്ക് അത് പോയി, ഇനിയിപ്പം വേറെ എന്തെങ്കിലും കൊടുക്കണം. മാമൻ എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ 2 കാലാണ് ഇടുക. ഒരു കാലം എനിക്കും ഒരു കാലം നടുവാണ്. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ലൈക്ക് മാമൻ എപ്പോഴും ചിക്കൻ കറിയില്ല ചിക്കൻ കാല് പോലും നമുക്ക് രണ്ടൊക്കെ തരണം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ താങ്ക് യു മാമ, താങ്ക് യു ഫോർ എവറിത്തിങ്. മാമൻ്റെ മോൾ, എൻ്റെ മോൾ. സോ എനിവേ, ഇന്ന് നമ്മൾ സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ, പാർട്ടിയല്ല, ബർത്ത്ഡേ സെലിബ്രേഷൻ. സോ നമുക്ക് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം. നന്ദു ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് അവളെ സർപ്രൈസ് ചെയ്യാം. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് നാട്ടിലുള്ള ഒരു സമയത്തുള്ള ബർത്ത്ഡേ ആണ് അവളുടേത്. സോ ഞാൻ ഭയങ്കരമായിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആദ്യമേ വിചാരിച്ചതാ. ഹാപ്പി ബർത്ത്ഡേ നന്ദു, എന്തൊക്കെയുണ്ട് വിശേഷം? ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. സൂപ്പർ ആയിരുന്നു. കേക്കെല്ലാം നല്ല ഡിസൈൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. 13 വയസ്സ് എത്ര പോയത് അറിഞ്ഞിട്ടില്ല. എത്ര ചെറിയ മോളല്ലേ. അമ്മ നല്ലോണം നോക്കിയോ ഇല്ലേ? എന്തെന്ന് വാങ്ങിത്തരേ? 2 വർഷമായിട്ട് സന്തോഷം, അഭിമാനം എല്ലാം പോണി വലുതായി അല്ലേ? ഞങ്ങളും പഠിച്ചിട്ടുള്ള ഇതെല്ലാം ഭാവിയിൽ നല്ലൊരു ആളാണെന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ അതൊന്നും ഞാൻ വിചാരിക്കുന്നു. ഇതായി ജോലിയിൽ കൂട്ടി തോന്നുമ്പോൾ അമ്മേനെ വിളിച്ചിട്ട് അമ്മേനെ വിളിച്ച് നമുക്ക് എന്തെല്ലാം വാങ്ങിത്തരുന്നുണ്ട്. ഷോപ്പിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ വരുമ്പോ ഇനി അവിടെ കടക്ക് റോഡ് മതി അണക്ക് ചോക്ലേറ്റ് വേണം, അതിന് വാങ്ങിയിട്ടേ നമ്മള് പോകുന്നുള്ളൂ പറഞ്ഞ് കിടക്കും. അടിപൊളിയാ, ഇനി ചേരുന്നില്ല. ചേരുവ
ഓ, അതിനാണോ?